അദാനിയുടെ വൈദ്യുതി നിലയത്തിന് നിയമവിരുദ്ധാനുമതി നൽകിയതിൽ ലോക്സഭയിൽ എതിർപ്പുമായി കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. ദേശസുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ മറികടന്നാണ് അദാനി ഗ്രൂപ്പിന്റെ താൽപര്യത്തിന് വഴങ്ങിയതെന്ന അടിയന്തര പ്രമേയത്തിന് നോട്ടീസിൽ മാണിക്യം ടാഗോർ ആരോപിച്ചു. ധനസുമോദ് തന്നെ വിവരങ്ങൾ നൽകും. സുമോദ, അദാനിക്ക് നിയമവിരുദ്ധമായി അനുമതി നൽകി എന്ന് ചൂണ്ടിക്കാട്ടുകയാണോ കോൺഗ്രസ്? നോട്ടീസിൽ എന്താണ് ചൂണ്ടിക്കാട്ടുന്നത്? കാര്യം പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളിൽ സ്ഥാപിക്കുമ്പോൾ, വൈദ്യുതി നിലയം ഉൾപ്പെടെയുള്ള സ്ഥാപിക്കുമ്പോൾ സാധാരണ അനുമതി നൽകാറില്ല. പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഇത്തരം നിയമങ്ങൾ മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വൈദ്യുതി നിലയം സ്ഥാപിക്കാൻ കേന്ദ്രാനുമതി ലഭിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരും ഇത്തരത്തിലുള്ള ഒരു അതിർത്തി മേഖലയിൽ ഇങ്ങനെ ഒരു വൈദ്യുതി നിലയം സ്ഥാപിക്കുന്നത് തെറ്റാണ് എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള നിയമങ്ങളും വിദഗ്ധരുടെ അഭിപ്രായങ്ങളും മറികടന്നുകൊണ്ടാണ്, ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ അദാനിക്ക് അനുമതി നൽകിയിരിക്കുന്നത്. ഇത് നരേന്ദ്രമോദിയും അദാനിയും തമ്മിലുള്ളൊരു ബന്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നത്. ഈ പ്രതിഷേധിക്കുന്നതിന് മുമ്പായിട്ടുള്ള ആദ്യഘട്ടം എന്ന രീതിയിലാണ് മാണിക്യം ടാഗോർ ഇപ്പോൾ ലോക്സഭയിൽ അടിയന്തര പ്രമേയ അനുമതി നോട്ടീസ് നൽകിയിരിക്കുന്നത്. അദാനിയുടെ വൈദ്യുത നിലയത്തിന് നിയമവിരുദ്ധ അനുമതി നൽകിയതിനെതിരെയാണ് ഇപ്പോൾ കോൺഗ്രസ് ലോക്സഭയിൽ എതിർപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അദാനി വിഷയത്തിൽ മാണിക്യം ടാഗോറാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിശദാംശങ്ങളാണ് ധനസുമോദ് നൽകിയത്.